അപ്പോൾ പാർട്ടിയിൽ പിണങ്ങി നിന്നവരെയൊക്കെ അനുനയിപ്പിച്ചു അല്ലേ? കെ സുധാകരൻ തൊട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സഞ്ജയ് ഖാൻ വരെ. അപ്പോൾ എങ്ങനെയാണ് ഈ അനുനയ ശ്രമം? എല്ലാവരെയും പിന്നീട് പരിഗണിക്കുമെന്നാണ് പറഞ്ഞത്. എല്ലാവർക്കും ഓഫർ കൊടുക്കാൻ പറ്റും. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു രസതന്ത്രം? ഓഫർ അല്ല ഇതിനകത്തിലെ പ്രശ്നം. ഞങ്ങളുടെ പാർട്ടിയിൽ സത്യത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് പാർട്ടി പ്രവർത്തകർ കഠിനമായിട്ടുള്ള അധ്വാനത്തിലാണ്. 24 മണിക്കൂറും ജോലി ചെയ്യുന്ന ഒരുപാട് നല്ല നേതാക്കന്മാർ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലും അവരുടെയൊക്കെ ഒരു ആഗ്രഹമാണ് ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മത്സരിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റ് പറയാൻ പറ്റുന്നതല്ല. അപ്പോൾ അങ്ങനെ ആഗ്രഹമുള്ള അർഹതപ്പെട്ടവരും ഉണ്ട് അതിനകത്ത് ഒരുപാട് പേര്. അവരോട് പാർട്ടി നേതൃത്വം സംസാരിക്കുകയും അവരെ മനസ്സിലാക്കുകയും എന്തായാലും അവരുടെ കൂടെ കൺസേൺ അനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകൂ എന്നൊരു കാര്യം പറയുകയും ചെയ്യുമ്പോൾ തന്നെ അത് വ്യക്തിപരമായി ഇൻഡിവിജ്വൽ ഓഫർ എന്നതിനപ്പുറത്തായിട്ട് അവരെയും കൂടെ ചേർത്ത് പിടിക്കും. ഈ പാർട്ടിയിലെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരെയും അർഹതപ്പെട്ടവരെല്ലാവരെയും ചേർത്ത് പിടിക്കുമെന്നുള്ള ഒരു ഉറപ്പ് തന്നെയാണ് അവർക്ക് കൊടുക്കുന്നത്. പക്ഷേ കെ സുധാകരൻ്റെ കാര്യത്തിൽ എന്തോ ഒരു ഓഫർ ഉണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ ഭയപ്പെടാൻ സാധ്യതയില്ലല്ലോ. കെ സുധാകരനെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടില്ലേ? നിങ്ങൾ കഴിഞ്ഞ 2 ദിവസം എന്തായിരുന്നു ഈ രാജ്യത്തെമ്പാടും ഉണ്ടാക്കിയ പുകില്? അദ്ദേഹം സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നു. 15 സീറ്റുകളിലേക്ക് അധികം സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കുന്നു. ആ 2 ദിവസം കേരളത്തിലെ അന്തരീക്ഷത്തിൽ സത്യത്തിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തൊക്കെയോ ഉണ്ടാവുന്നുള്ള പ്രതീതിയാണ് മാധ്യമങ്ങൾ ഉണ്ടാക്കിയത്. എനിക്കറിയില്ല ഏത് സോഴ്സാണത്, ഇപ്പോഴും എനിക്ക് പിടിയിട്ടാത്ത കാര്യം ആ വാർത്തയുടെ സോഴ്സ് എവിടെയാണെന്ന്. സുധാകരൻ പറയുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല. സുധാകരൻ അന്ന് മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പോലുമില്ല ആ 2 ദിവസം. അവസാനം സുധാകരൻ തന്നെ ഇറങ്ങി വന്ന് പറഞ്ഞത് ഞാൻ മത്സരിക്കുന്ന പ്രശ്നമില്ല, റബലാവുന്ന മത്സര പ്രശ്നമില്ല, പാർട്ടിക്ക് എനിക്ക് മേലെയാണ് പാർട്ടി. അതിനപ്പുറം സുധാകരൻ എന്ത് പിന്നെ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന എന്താണ് തെറ്റ്? അദ്ദേഹത്തെ പോലെയുള്ള ഏറ്റവും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുള്ള നേതാവിന് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഒന്ന് മത്സരിച്ചാൽ കൊള്ളാം. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ബുദ്ധിമുട്ടുണ്ടാവുന്ന അതിനകത്ത് പാർട്ടിക്ക്. അത് അദ്ദേഹത്തിനും അറിയാമല്ലോ. അദ്ദേഹത്തിൻ്റെ ഒരാൾ മാത്രം നിൽക്കില്ല ആ മത്സരം, ഒരു MP യിൽ മാത്രം നിൽക്കില്ല ആ മത്സരം. അപ്പോൾ 2 3 സീറ്റുകളിൽ കൂടി അത്തരം പരീക്ഷണങ്ങൾ ആവർത്തിക്കേണ്ടി വരും. കേരളം പോലുള്ള ഒരു കൊച്ചു സംസ്ഥാനത്ത് അങ്ങനെ ഒരു വലിയ ബൈ ഇലക്ഷനിലേക്ക് വീണ്ടും പോകുക എന്ന് പറയുന്നതൊന്നും ജനം ആഗ്രഹിക്കുന്നതായിരിക്കില്ല. നമ്മൾ പല അനുഭവങ്ങളും മുൻകാല അനുഭവങ്ങളും നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് പാർട്ടി അതിനകത്ത് തീരുമാനമെടുത്തു. അദ്ദേഹത്തോട് പറഞ്ഞു ഇത് ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്, മനസ്സിലാക്കണം. അദ്ദേഹം മനസ്സിലാക്കി. കോൺഗ്രസ് പ്രസിഡന്റ് തന്നെയാണ് അദ്ദേഹത്തോട് സംസാരിച്ചത്. ഹൈക്കമാൻഡ് ഒരു കമാൻഡിങ് പവർ കൃത്യമായി അതിൽ മനസ്സിലാകുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കുണ്ടായിരുന്ന ഒരു എഡ്ജ് ഉണ്ടല്ലോ, അത് ഈ ബഹളത്തിൽ അത് കുറഞ്ഞു പോയോ എന്നൊരു പ്രശ്നം? ഒരിക്കലും ഇല്ല. അത് ശ്രുതിക്ക് വെറുതെ തോന്നുന്നതാണ്. എഡ്ജ് ഞങ്ങൾക്കുണ്ടാകുന്ന എഡ്ജ് ഇത്തരം സംഭവങ്ങളിലല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗോവിന്ദൻ്റെ മാറ്റോ സുധാകരൻ്റെ നിലപാടോ ആയിഷ പോറ്റി വിട്ട് തുടങ്ങി CPM-ൽ ഒരു കാലത്തുമില്ലാത്ത വണ്ണം ഇന്നലെ ഇപ്പം നമ്മൾ കണ്ടത്, ഏറ്റവും ഒടുവിൽ കണ്ടത്, മുഖ്യമന്ത്രി പ്രസംഗിക്കുന്ന വേദിയിൽ പാർട്ടി നേതാവിന് ചോദ്യം ചോദിക്കുമുണ്ടാകുന്ന അനുഭവം നമ്മൾ കണ്ടല്ലോ. ചോദിക്കാൻ വീർപ്പുമുട്ടി നിൽക്കുന്ന പാർട്ടിക്കാരാണിപ്പം. മുഖ്യമന്ത്രിയോടൊന്ന് ചോദ്യം ചോദിക്കാൻ വീർപ്പുമുട്ടി നിൽക്കുന്ന പാർട്ടിക്കാർ. അവരോട് മുഖ്യമന്ത്രിയുടെ പ്രതികരണം അത് വേറൊരു വശം. വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ അത് ബാധിച്ചിട്ടേ ഇല്ല. സുധാകരൻ്റെ പ്രസ്താവന വന്നപ്പോൾ സത്യത്തിൽ ഞങ്ങളുടെ ഒരു കരുത്ത് വർദ്ധിക്കുകയാണ് ചെയ്തത്.